പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ മിറക്കുലസ് ആൻസർ മിനിസ്റ്ററുടെ നാമത്തിൽ നമുക്ക് ഇപ്രകാരം കൂടുവാനും നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹമായ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സഹായിച്ചു. അല്പസമയം നമുക്ക് പൈതൽ ഫാനി ഉണ്ട്, ലൈനിലുണ്ട്. ഫാനിയോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നവരാണ്, അറിയാൻ വയ്യാത്തവർക്കും ഒരു വാക്യം പറയുന്നു. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത പൈതൽ ദൈവം ഉപയോഗിക്കുന്ന വഴികളെപ്പറ്റി നമുക്ക് എത്ര വാക്ക് പറഞ്ഞാലും അത് മതിയാകയില്ല. ദൈവത്തിന് ഓരോ വ്യക്തികളെ പറ്റിയും ഓരോ പ്ലാനുണ്ട്. ഫാനിക്ക് ദൈവം കൊടുത്തതായ ഒരു പ്രത്യേക കൃപയാണ്. അത് നമ്മുടെ മീറ്റിങ്ങിലും പൈതൽ കടന്നു വരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത അല്പസമയങ്ങൾ ഫാനിയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മാത്രപ്പെടുത്താം. ഫാനി ബുഡി പ്ലീസ്. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ ഈ മിറക്കിൾ സെന്റർ ജീസസ് മിനിസ്ട്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏവരെയും ദൈവനാമത്തിൽ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും തൻ്റെ ശക്തിയാലും ബലത്താലും നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ വന്നിരിക്കുന്നത് ആ ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുവാൻ, ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണോ സഭയിൽ ഇരിക്കുന്നത്, അമ്മേൻ ഹാലേലൂയ, അതുപോലെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ ഏകാഗ്രത ഹൃദയത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. മൗനമായിരിക്കാതെ നാവുകളെല്ലാം തുറന്ന് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടാകും, ദൈവിക മഹത്വം ഇറങ്ങി വരും, സൗഖ്യങ്ങൾ ഉണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവിനെ നമ്മൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ പോവുക. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ബലഹീനതയിൽ താങ്ങുന്ന ആ നല്ല നാഥനുണ്ട്. ആമേൻ. നമ്മളെ തേടി മണ്ണിൽ വന്നത്, നമ്മളെ സ്നേഹിച്ച് ആമേൻ തൻ്റെ ജീവനെ തന്നത് ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ പ്രിയരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഈ ആരാധനയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തോൽവിയേ ഉള്ളൂ, കാൽവരിയിലെ ജയാളിയായ കർത്താവേ, അങ്ങന്റെ കൈ പിടിക്കണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഹല്ലേലൂയ, കാൽവരിയിലെ ജയാളിയായ ദൈവമേ, അവിടുന്ന് കൈ പിടിച്ച് അങ്ങ് കൂടെ നിൽക്കണം, അങ്ങന്റെ കൂടെ സഞ്ചരിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ഒരു പ്രത്യാശയുണ്ട്, നമ്മുടെ ഒരു ആഗ്രഹം ഇതാണ്: ഒരിക്കൽ കർത്താവിനെ ഞാൻ നേരിൽ കാണും, ആ കർത്താവിന്റെ മുഖമൊന്ന് നേരിൽ കാണും. ആ പ്രത്യാശയുള്ള എല്ലാവരും ചേർന്ന് എന്നോടൊപ്പം ഈ ഗാനം പാടി ദൈവത്തെ ആരാധിക്കണം. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. ആമേൻ. ഒരുമിച്ച് പാടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നു, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നു, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നു, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നു. ഓ, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നു, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നു, എന്നെ
കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ. കാൽവരിയിലെ വിജയ നീ എൻ കൈ പിടിക്കണേ. ആമേൻ. കാൽവരിയിലെ വിജയ നീ എൻ കൈ പിടിക്കണേ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. നേരിലാലല്ല, സ്നേഹത്താലല്ലോ, നേരിലാലല്ല, സ്നേഹത്താലല്ലോ. ജയകിരീടമണിഞ്ഞു വാഴും രാജനീയല്ലോ. ഓ ജയകിരീടമണിഞ്ഞു വാഴും രാജനീയല്ലോ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കും തീരുമന്നു മാത്രം എൻ വിഷാദങ്ങൾ, ശരിക്കും തീരുമന്നു മാത്രം എൻ വിഷാദങ്ങൾ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കും തീരുമന്നു മാത്രം എൻ വിഷാദങ്ങൾ, ശരിക്കും തീരുമന്നു മാത്രം എൻ വിഷാദങ്ങൾ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതിനാൽ സ്തോത്രം. ബലഹീന വേളകളിലും പൊതിഞ്ഞു വരുക അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നന്ദി പറയും, ഞങ്ങളെ നന്ദി പറയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സാന്നിധ്യത്തെ അനുഭവിക്കുന്നവർ കർത്താവിനെ നന്ദിയോടെ ആരാധിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് കൈകൾ അടിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുകയാണ്. ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടൽ കടന്ന മിരിയാം കയ്യിൽ കപ്പെടുത്ത് നൃത്തം ചെയ്ത് ആർത്തതുപോലെ ഹല്ലേലൂയ ശക്തിയോടെ അഭിഷേകത്തോടെ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. പാപത്തിന് ചങ്ങല ഹല്ലേലൂയ ആമേൻ പൊട്ടിച്ചെറിഞ്ഞതിനാൽ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ പകർന്ന ആ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഈ ആരാധനയിൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ. ഹല്ലേലൂയ. എല്ലാം ചേർന്ന്
Rakalagavara, Rankal Kamanagavara, Rekel Parudiana, Rankal Kamapsiana, Rekele Kale, Rekele, Rekelea, Shankala, Atma Shakti Kinandi, Abhishek Kinandi, Oh Baba, Rekele Kale, Rekele, Rekeleana, Ana, Nakitave, Nakitida, Nakamana, പ്രിയ പിതാവേ, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ ആത്മശക്തിയാൽ അവിടുന്ന് നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഏലിയാവിന്റെ യാഗപീഠത്തിന്മേൽ ഇറങ്ങി വന്ന ആ അഗ്നിയെ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങി വന്ന ആ അഗ്നിയുടെ അഭിഷേകത്തെ അങ്ങയുടെ ജനത്തിന്റെ കൂടാരങ്ങളിൽ മേൽ പകരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ജനം അത് അനുഭവിക്കട്ടെ. ഈ ദൈവകൃപ അങ്ങയുടെ ജനം ആസ്വദിക്കട്ടെ. കർത്താവേ, അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകും യേശുവിന്റെ നാമത്തിൽ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് നമ്മളോട് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ ഏഞ്ചൽ എൽസയാണ്. പ്രിയ മകളെ സ്വാഗതം ചെയ്യുന്നു. ഒരു മർത്തോമ വൈദികന്റെ മകളായി ജനിച്ചു വളർത്തപ്പെട്ടു എങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവ് പല മുഖാന്തരങ്ങളിലൂടെ തന്നോട് ഇടപെട്ടപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധിച്ചപ്പോൾ എല്ലാ പൗരോഹിത്യങ്ങളിൽ നിന്നും പുറത്തു വന്ന് സ്നാനപ്പെട്ട് ദൈവ പൈതലായി കർത്താവിന്റെ ഇന്ന് വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി ശക്തമായി കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. തന്റെ മെഡിസിൻ പഠനത്തിന് ശേഷം ഇപ്പോൾ UK യിലാണുള്ളത്. UK നിന്നാണ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആ സഭയിലേക്ക് കടന്നു വന്നതിന് ശേഷം പിതാവ് അച്ഛനായിരിക്കുന്ന റവറന്റ് TA വർഗീസ് അച്ഛനും കുടുംബമായി സ്നാനപ്പെട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവ് ബലപ്പെടുത്തി. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഏഞ്ചൽ എൽസ നമ്മളോട് സംസാരിക്കുന്നതാണ്. റവറന്റ് TA വർഗീസ് അച്ഛനും നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്നത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലും അത് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ പൈതലിനെ സാക്ഷ്യം പറയുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. കേൾക്കാമോ? Praise the Lord. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നിവിടെ മിറക്ലസ് ഹാൻഡ്സ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ കൂടെ ഈ ഒരു ഫെലോഷിപ്പിലായിരിക്കുവാൻ തക്കോണം കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാത്യു അങ്കിൾ നടത്തുന്ന ഈ ഒരു മീറ്റിംഗ്, ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു മീറ്റിങ്ങിന് ഞാൻ നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട്. 1 വർഷം മുമ്പാന്ന് തോന്നുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ വരുവാൻ തക്കോണം ദൈവം വേറൊരു സെഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനായി ദൈവദാസനോടുള്ള നന്ദി പറയുന്നു. സ്തോത്രം. കർത്താവിനോടുള്ള നന്ദി പറയുന്നു. സ്തോത്രം. എന്നെ പരിചയപ്പെടുത്തിയ ആൻറ്റി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. എല്ലാം ഇന്ന് പ്രാർത്ഥിച്ചും ഫാനി വർഷിപ്പ് ചെയ്ത ഫാനി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം മോളെ ഒത്തിരി ഉപയോഗിക്കുന്നതിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇനിയും കൂടുതലായിട്ട് കർത്താവ് ഫാനിയെ ഉപയോഗിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥിച്ച 2 വ്യക്തികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സമയം കണ്ടെത്തി ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എപ്പോഴെങ്കിലും വോയിസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, കേൾക്കാമോ, ഓഡിബിൾ ആണോ എന്ന് അറിയിക്കുക. സ്തോത്രം. ഞാൻ അധികം ശബ്ദം എടുക്കുന്നില്ല, കാരണം ഇവിടെ രാത്രി സമയം ആയതുകൊണ്ട് മുകളിലും താഴെയെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കത്തില്ല എങ്കിൽ എന്നെ അറിയിക്കണം. ഇന്നെന്നെ ആൻറ്റി ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പം പറഞ്ഞ പോലെ ഞാൻ ഇതൊരു എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ടെസ്റ്റിമണിയുമായി റിലേറ്റ് ചെയ്താണ് ആൻറ്റി സംസാരിച്ചത്. ഞാൻ ആദ്യമേ ഒരു വചനം വെച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എൻ്റെ ടെസ്റ്റിമണി എൻ്റെ പല സെഷൻസിലും ഒക്കെ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സെഷൻ ആക്ച്വലി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളുടെ ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പറയേണ്ടത് വളരെ അത്യന്താവശ്യകമാണ്. ദാറ്റ് ഐ സേ അബൌട്ട് മൈ വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഇൻ മൈ ലൈഫ്. സ്തോത്രം. അതിൻ്റെ കൂടെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ടെസ്റ്റിമണീസും എൻ്റെ ലൈഫിൽ ഷെയർ ചെയ്യുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
കാരണം നമ്മൾ പറയുമല്ലോ, നമ്മൾ ജനിച്ച് മുതലുള്ള ടെസ്റ്റിമണിയെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ ടെസ്റ്റിമണി, ദാറ്റ് ഐ എം സ്റ്റിൽ അവേക്ക് ടുഡേ, ദാറ്റ് ഐ എം സ്റ്റിൽ ബ്രീത്തിങ്. സ്തോത്രം. ഞാൻ ഇന്നും ശ്വസിക്കുന്നു, ഞാൻ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് എന്നെ നടത്തുന്നു എന്നുള്ളതും ഞാൻ ആദ്യമേ അതിൻ്റെ ടെസ്റ്റിമണിയായിട്ട് പറയുന്നു. വിശ്വാസത്താൽ പല കാര്യങ്ങളിലും വിശ്വാസത്താൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റിമണി. ഒരുപക്ഷെ എന്നെ ഒരു മർത്തോമ വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പെന്തക്കോസ്തൽ വന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സ്തോത്രം, ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെസ്റ്റിമണി ഈസ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവിനെ ഈ ഒരു സീസൺ ഓഫ് ലൈഫ് ഒത്തിരി വിശ്വാസത്തോടുകൂടെ, ഒത്തിരി വിശ്വാസം അപ്ലൈ ചെയ്യേണ്ട ഒരു സീസൺ ഓഫ് ലൈഫിലാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആസ് എ യങ്സ്റ്റർ ഓഫ് 29-30 years old, ഞാൻ എൻ്റെ പല സമപ്രായക്കാരും എന്താ പറയേണ്ടത്, കടന്നു പോകുന്ന പല പല എന്താ പറയേണ്ടത് സെറ്റിൽമെൻ്റ് ആകാം, പല ചോദ്യങ്ങളും പലർക്കും ഇല്ലാത്ത ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ ഹല്ലേലൂയ എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അൺലൈക്ക് അതേഴ്സ് ആകുമ്പോൾ, ഹല്ലേലൂയ ഞാൻ ക്ലിയർ ആയിട്ട് അത് പറയാണ്, നമ്മുടെയൊക്കെ സിറ്റുവേഷൻസ് മറ്റുള്ളവരെ പോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നവരെ പോലെ അല്ലാതാകുമ്പോൾ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയതും നമ്മളെ വിളിച്ചിറക്കിയ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വിളിച്ചിറക്കിയ, അതിപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒരു ചർച്ചോ അല്ല, ഞാനായിരുന്ന സിന്നർ, ഇപ്പോഴും ഞാൻ പാപം ചെയ്യുന്നുണ്ടായിരിക്കാം, കർത്താവിന് പൂർണ്ണമായിട്ടുള്ള ഇഷ്ടത്തിൽ ഞാൻ ആയിട്ടില്ലായിരിക്കാം, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മളെന്ന സിന്നറിലെ പോസിബിലിറ്റിയും ഞാൻ എന്ന സിന്നറിലെ ആ ഒരു പോസിബിലിറ്റിയെ കണ്ട് എൻ്റെ കുറവുകളൊക്കെ ക്ഷമിച്ച്, അല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ടീനേജിൽ, എൻ്റെ ചൈൽഡ്ഹുഡിൽ, എൻ്റെ ഇന്നുകളിലെ പോലും പലപ്പോഴും കർത്താവിന് ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കർത്താവിന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴും, ഹല്ലേലൂയ സ്തോത്രം, ഒരു വടിയെടുത്ത് അല്ലെങ്കിൽ എന്നെ അങ്ങ് നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കങ്ങ് ഇല്ലാതാക്കിയേക്കാം, ഇത്രയൊക്കെ വചനം അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ എന്നെ അറിഞ്ഞിട്ട്, ഞാൻ ഇത്രയൊക്കെ വിളിച്ചിറക്കിയിട്ട്, എനിക്ക് ഇഷ്ടമല്ലാതെ എൻ്റെ ഹിതം അറിയാതെ ചിന്തിക്കുന്നല്ലോ അല്ലെങ്കിൽ സംസാരിക്കുന്നല്ലോ. ഞാനൊരു എക്സാമ്പിൾ അങ്ങ് പറയുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാന്നല്ല പറയുന്നത്, എനിക്ക് എൻ്റെ പേര് വെച്ച് പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ, സ്തോത്രം. ഞാൻ നമ്മളെ അങ്ങോട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുക. ദൈവം ആഗ്രഹിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളങ്ങ് പെർഫെക്റ്റ് ആയോ? സ്തോത്രം, പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നെ എന്താ നമ്മളെ നിലനിർത്തുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയൂ, എന്നെ നിലനിർത്തുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് എന്നോടുള്ള ദയയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നിൽ ഞാൻ കാണുന്നതിലും അധികമായി എന്നിൽ കാണുന്നത് ഏഞ്ചൽ എന്ന വ്യക്തികളുടെ ഇനിയും നന്നാവാനുള്ള, ഇനിയും കർത്താവിൽ ആശ്രയിക്കേണ്ട മേഖലകളാണെങ്കിൽ, ദൈവം എന്നിൽ കാണുന്നത് അതാണെങ്കിൽ പോലും അതിനകത്ത് ദൈവം, ഞാൻ ഓൾറെഡി ഹൂ ഐ ഹാവ് ടു ബിക്കം, ഞാൻ ക്രിസ്തുവിൽ ആരാകണമെന്നുള്ളത് ഓൾറെഡി കണ്ടിട്ട് ആ രൂപത്തിലേക്ക് എന്നെ ആക്കാൻ, അതായത് ഇമേജ് ഓഫ് ക്രൈസ്റ്റിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ മേൽ ഇപ്പോഴും സ്നേഹം ചൊരിഞ്ഞ്, എന്നോട് ഇപ്പോഴും ക്ഷമിച്ച്, എന്നോട് ഇപ്പോഴും കരുതലും കമ്പാഷനും കാണിച്ച്, മറ്റുള്ളവർ നമ്മളെ പലപ്പോഴും വിധിക്കുന്നിടത്ത്, ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ദൈവം അത് കോമയാ പലപ്പോഴും ഇടാറ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീഴുമ്പം, ഹല്ലേലൂയ സ്തോത്രം, നോക്കി ചിരിക്കുന്നവർക്ക് പകരം, ഹല്ലേലൂയ സ്തോത്രം, അല്ലേ, നമ്മുടെ ഒരു വാക്ക്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ദൈവ മക്കള് എന്തെങ്കിലും രീതി ദൈവ സാന്നിധ്യത്തിനെതിരെയോ, ദൈവമേ നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോഴും, ഹല്ലേലൂയ സ്തോത്രം, പിണങ്ങുകയും മാറിയിരിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ അവിശ്വസ്തതയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, എന്തിനായിരിക്കണമെന്നറിയാമോ? ഫോർ ഇന്നത്തെ മേഴ്സിക്കായിട്ട്, സ്തോത്രം, ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്നൊരു ഡേക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ പ്രാപിക്കേണ്ടതുണ്ടോ, അതിനിപ്പോൾ കൃപ എന്താ, ദേഷ്യപ്പെടാതിരിക്കാനുള്ള കൃപയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിൽ മറ്റുള്ളവരോട് കാണിക്കേണ്ട കരുണയാണെങ്കിൽ, എന്നിൽ ഇല്ലാത്തൊരു സ്വഭാവം ഇൻകൾക്കേറ്റ് ചെയ്ത് എന്നെ ഒരു ഫ്രാഗ്രൻസ് ഓഫ് ദ ലോഡ് ആക്കാൻ, അതായത് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ സ്ക്രീനിൽ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും നിങ്ങളുടെ ലേറ്റസ്റ്റ് ടെസ്റ്റിമണി എന്തുവാണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഇന്നുകളിൽ
ഹല്ലേലൂയ. നിന്റെ ഇന്നുകളിൽ നിന്റെ നാളത്തെ നിന്നെ നാളെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ കരുണയുടെ സ്റ്റോറീസ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഇന്ന് ആക്ച്വലി ഞാൻ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാനായിരുന്നു സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 2019 മുതൽ ഇങ്ങോട്ടുള്ള സ്റ്റോറീസ് പറയാനായിരുന്നു. കാരണം ടെസ്റ്റിമണി എന്ന് പറയുന്നതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് കിട്ടുന്നത് ബാക്കിലോട്ട് പറയാനാ. സ്തോത്രം. എനിക്ക് ലീഡിങ് കിട്ടുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കാനാ. ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്ന എൻ്റെ കർത്താവ് എനിക്ക് ഏറ്റവും ഈ സീസണിൽ കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ട് ദൈവം വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും കർത്താവിനെ അടുത്ത സ്റ്റെപ്പ് പലതിലും എടുക്കാൻ സംശയിക്കുമ്പോഴും വിശ്വാസത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കുക കർത്താവ്. ഒന്നും കണ്ടിട്ടല്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നോ ഞാനത് ഓരോന്ന് വെച്ച് പേഴ്സണലി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വിശ്വാസം അറിയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒറ്റ ചോദ്യം, ദ ബെസ്റ്റ് വേ ടു ടെസ്റ്റ് ഇറ്റ് ഇസ് ഇൻ യുവർ ട്രയൽസ്. നമ്മുടെ ട്രയൽസിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് അറിയുന്നവരും നമുക്ക് പോസിബിളായിട്ടുള്ള ഹെൽപ്പേഴ്സും ഒക്കെ ഉള്ള സ്ഥാനത്ത് പൊട്ടൻഷ്യൽ ഹെൽപ്പറായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കാൻ കഴിയുന്നത് അതാണ് വിശ്വാസം. സിമ്പിളാണ് ഡെഫിനിഷൻ. നമുക്ക് പോസിബിൾ ഹെൽപ്പേഴ്സ് ഒത്തിരി ഉള്ളിടത്ത് പണ്ടറിയാവുന്ന ചില കോണ്ടാക്ട്സ്, നമ്മുടെ പപ്പ, നമ്മുടെ അമ്മ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഇൻലോസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിച്ചിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോവുക. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കർത്താവ് സംസാരിച്ചുകൊണ്ട് മാത്രം ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു ചെറിയ റെസ്റ്റ് എടുക്കുക. കർത്താവിൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിനായിട്ട് നമ്മളൊരു പോസ് എടുക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും പറയുന്നു വൈ ഡോണ്ട് യു റഷ്, എന്തുകൊണ്ടൊരു പെട്ടെന്നൊരു തീരുമാനം എടുത്തുകൂടാ? പക്ഷെ കർത്താവ് പറയുന്നു ഒന്ന് വെയിറ്റ് ചെയ്തേ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മോശയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ടെസ്റ്റിമണിയുമായി ബന്ധപ്പെട്ട് മാത്രം ചില ഇൻസിഡൻസ് എടുക്കുക. കാരണം എനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ്. സ്തോത്രം. മോശെ ബേണിംഗ് ബുഷിൽ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. മുൾപ്പടർപ്പ് കത്തുന്ന ഒരവസ്ഥ, എന്നാൽ ചാരമാകുന്നില്ല. സ്തോത്രം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്സ്റ്റാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും എല്ലാവരും എൽഡേഴ്സാണ്, മുതിർന്നവരാണ്. അപ്പം എന്നെക്കാൾ നല്ലതായിട്ട് ദൈവദാസന്മാരുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, നിങ്ങൾക്കെല്ലാം ആ ദൈവദാസിമാരുണ്ട്, അറിയാമെന്നാണ്. എന്നാലും ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. 3-ാം അധ്യായത്തിൽ മോശ എന്നും നോക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന അല്ലേ, തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ നോക്കാൻ വേണ്ടി ഒരു മൗണ്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്നും പോകുന്ന പോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, അതായത് മിദ്യാനിൽ ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ കയറി വന്ന വീട്ടിലെ അമ്മായിപ്പൻ്റെ സ്വത്ത് ആകുന്ന ആടിനെ പുലർത്താൻ വേണ്ടി നടക്കുന്ന ഒരു ഷെപ്പേർഡായിട്ടാണ് നമ്മൾ മോശയെ കാണുന്നത്. പക്ഷെ ആ 40 വർഷം, ഹല്ലേലൂയ, സ്തോത്രം, ദേഷ്യമുള്ള മോശെ, ഹല്ലേലൂയ, സ്തോത്രം, പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന മോശെ ആ മിദ്യാനിൽ അവിടെ ഒരു 40 വർഷം ഒരു ട്രെയിനിങ്ങിന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും നല്ല ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇത്രയും നല്ല എല്ലാ സാഹചര്യത്തിൽ വളർന്ന മോശയോട് പെട്ടെന്ന് പറയാ, തിരിച്ചൊന്നും പറയാത്ത കുറച്ച് ആനിമൽസിനെ നോക്കാൻ നീ പോകാൻ പറയാ അല്ലേ. അപ്പം അത് വേറൊരു ലൈഫ് സ്റ്റൈലാണ്. തിരിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ, ഒന്ന് പറഞ്ഞ് 2 ചോദിക്കുന്നവനായിരുന്നു മോശ. സ്തോത്രം. ഒരു തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്തിട്ട് അവിടുന്ന് ഓടിപ്പോന്നവനാ. ഒരാളെ മർദ്ദിച്ചിട്ട് ഓടി വന്നവനാ അല്ലെ, മർഡർ ചെയ്തിട്ട് ഓടി വന്നവനാ. പേടിച്ച് തൻ്റെ നിലനിൽപ്പ് ഓർത്തിട്ടാണ് മിദ്യാനിൽ ഓടി വരുന്നത്. സ്തോത്രം. അവിടെ പക്ഷെ അവൻ്റെ ലൈഫ് നോക്കിയാൽ നമുക്ക് കാണാം ഒരു ആക്റ്റീവ് മോശയല്ല. തൻ്റെ ജനത്തിന് വേണ്ടി അവിടെ ആരോടും സംസാരിക്കുന്നില്ല, തൻ്റെ ജനത്തിനെതിരെയുള്ള അനീതിയെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പം നമ്മൾ ഓർക്കും മോശ നീ ഭയങ്കര ക്വയറ്റായി പോയല്ലോ മോശെ, എന്തോ പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് മോശ തന്നെയാണോ? നിന്റെ ജനത്തെപ്പറ്റി നിനക്കൊരു ഭാരമില്ലയോ? പക്ഷെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. സ്തോത്രം. ചില സീസൺസ് ഓഫ് ലൈഫിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന ഭയങ്കര റെസ്റ്റാണെന്നാ, പക്ഷെ നിന്നെ പണിയുന്ന ചില കാലഘട്ടം ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു പണിയുന്ന, ഇടയ്ക്കിടയ്ക്ക് പണിയിൽ കയറ്റിയില്ല എങ്കിൽ ഇന്ന് നമുക്ക് ശുശ്രൂഷ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. നമ്മുടെ ലൈഫിൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം വി നീഡ് സം ടൈം വിത്ത് ദ ലോഡ്. നമുക്ക് കർത്താവുമായിട്ട് ചെറിയൊരു ടൈം വേണം. എല്ലാ ദിവസവും ഒരു ടൈമുണ്ട്, അതല്ലാതെ ഒരു സീസൺ ടു റെസ്റ്റ് ഇൻ ഹിം, ടു ലിസൺ അപ്പോൺ ഹിസ് വേർഡ്. എന്താ എൻ്റെ പ്രീവിയസ് ശുശ്രൂഷയെ പറ്റി, എൻ്റെ കഴിഞ്ഞ മാസത്തെ ചർച്ച് മിനിസ്ട്രിയെ പറ്റി ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ മേഖലകളുണ്ടോ? ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ സഭയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ? എൻ്റെ അറ്റൻഷൻ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇല്ലായ്മയിലായിരിക്കുന്ന ഒരു കുടുംബം എൻ്റെ സഭയിലുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു
ആവശ്യം പറയാതെ ഭാരപ്പെടുന്ന ഒരു ജനം എന്നെ ശ്രവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഒരു ഇൻക്ലൂസീവ് മിനിസ്ട്രിയാണ്. തിരക്കിനിടയിൽ ആവശ്യക്കാരെ കണ്ട് അറിഞ്ഞ് ബൈപ്പാസ് ചെയ്യാതിരിക്കണമെങ്കിൽ പോസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ആവശ്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഒരു ഉൾക്കാഴ്ച തുറന്നൊരു പോസ്. ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ സഭ എങ്ങനെ പോകുന്നു, എൻ്റെ കൂട്ടായ്മ എങ്ങനെ പോകുന്നു, എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടോ, എന്തെങ്കിലുമൊക്കെ ശരിയാക്കാനുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു സീസണിലൂടെ മോശ കടന്നു പോകുന്നത്. മിനിസ്ട്രി ഇല്ല, ജനത്തെ വിടുവിക്കലില്ല, വെറും ഷീപ്പിനെ നോക്കുക, സ്തോത്രം. പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ എൻകൗണ്ടർ സംഭവിക്കുക. അത് എപ്പോഴാണെന്നറിയാമോ? ആക്റ്റീവായിട്ട് ഓടി നടന്ന മോശയല്ല, പാലസിലല്ല വെളിപ്പെട്ടത്, ഒരു ഡ്രൈ ആകുന്ന ഒരു വിൽഡർനെസ്സിൽ. ഹല്ലേലൂയ. യേശു ഫാസ്റ്റ് ചെയ്യാൻ പോയത് എവിടെയാ? ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ വരണ്ട മരുഭൂമികളെ പറ്റി ഞാനിപ്പോൾ ഓർക്കുക. ചില വരണ്ട സീസൺസിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ധാരാളിത്തം ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരിക്കാം, എല്ലാം അവൈലബിൾ ഇൻ പ്ലെന്റി ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരിക്കാം. എന്നാൽ ചില സീസണുകളിൽ ജസ്റ്റ് ഇനഫ് മാത്രമുള്ള സീസണുകളുണ്ട്. ജസ്റ്റ് ഇനഫ്, ആവശ്യത്തിന് മാത്രമല്ല. കർത്താവ് അങ്ങനെ എഡ്ജ് നിർത്തും. അത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പണ്ടെന്ന് ഓർപ്പിക്കാൻ വേണ്ടി, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കാൻ, അതിൻ്റെ വിലയൊന്ന് ഓർപ്പിക്കാൻ, അതിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ. പലപ്പോഴും നമുക്കുള്ള പല നന്മകളും നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. ചില കുറവുകൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ എനിക്ക് ഇത്രയും നന്മ ഉണ്ടായിരുന്നല്ലേ. നമുക്കെപ്പോഴും വേണം വേണം എന്നല്ലാതെ മോർ റൂം ഫോർ മോർ, റൂം ഫോർ മോർ. നമ്മൾ ഒരിക്കലും ഇനഫ് എന്ന് പറയാറില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ എന്തോ പറഞ്ഞ അബ്രഹാമേ, ഞാൻ നിന്നെ നിന്റെ പേർ വലുതാക്കും. പക്ഷെ അബ്രഹാം അത് പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാഗ്ദത്തം കേട്ടു, ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മോശ ചെല്ലുമ്പോൾ കാണുന്നത് ആരും കാണാത്തൊരു കാഴ്ചയൊന്നും അല്ല, കാഴ്ചയാണ്. പക്ഷെ എന്തോ ഡിഫറൻസ് എന്താണെന്നറിയാമോ? മുൾപ്പടർപ്പ് കത്തി ചാമ്പലാകുന്നില്ല. എല്ലായിടത്തും ചാരമാകുന്നത് ഇവിടെ ചാരമാകുന്നില്ല, അത് നിന്ന് കത്തുക. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഞാൻ കൂടുതൽ യൂത്ത് മിനിസ്ട്രിയിലാണ് ഇൻവോൾവ്. യൂത്ത് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ സ്റ്റേജ് മിനിസ്ട്രി ഉണ്ട് എങ്കിലും, വചന ശുശ്രൂഷ ഉണ്ട് എങ്കിലും, കൂടുതലായിട്ട് കൗൺസിലിംഗ്, പേഴ്സണലായിട്ട് കുഞ്ഞുങ്ങളോട് ഇടപെടുക, സംസാരിക്കുക. ടീനേജേഴ്സ് അവരെ ഫ്രണ്ട്സിനെ പോലെ കരുതി അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രോഫറ്റിക്കലിയും അല്ലാതെയും അവരോട് സംസാരിക്കുക, മിനിസ്ട്രി ചെയ്യുക എന്നുള്ളതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന. സ്തോത്രം. ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും, സ്തോത്രം, ചില വ്യത്യസ്തമായ ശബ്ദങ്ങൾ, ചില വ്യത്യസ്തമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നിന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. എന്നും വൈൽഡ് ഫയർ വളരെ കോമൺ ആണ്. ഒരു വിൽഡർനെസ്സിൽ ഒരു മുൾപ്പടർപ്പ് കത്തുക എന്ന് പറയുന്നത് വൈൽഡ് ഫയർ ആണ്. അതൊരു കോമൺ കാഴ്ചയാണ്. പക്ഷെ വാട്ട് വാസ് ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സൈറ്റ് മോശ കണ്ടെന്ന്? കാരണം അത് ചാരമാകുന്നില്ല, അത് നിഷ്ഫലമായി പോകുന്നില്ല, അത് ഇല്ലാതാവുന്നില്ല, അവിടെ നിന്ന് കത്തുക. അതിൽ രണ്ട് കാര്യമാണ് കാണിച്ചത് മോശെ. ഹല്ലേലൂയ. മോശെ, നീ ഇതുപോലെ നീ ഒരു വീക്ക് പ്ലാന്റാ, നീ ഒരു വീക്ക് ബുഷാ. രണ്ട് അർത്ഥങ്ങൾ നമുക്ക് കരുതാം. പക്ഷെ ഞാൻ നിന്നെ ഒരു കത്തുന്ന ഒരു വെപ്പണായിട്ട് ഞാൻ നിന്നെ ഉപയോഗിക്കും. യു വിൽ ബി ഷൈനിങ് ഫോർ മീ. ഹല്ലേലൂയ. രണ്ടാമതായി, സ്തോത്രം, അതിൻ്റെ ഒരു വ്യാഖ്യാനം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നേഷൻ ഓഫ് ഇസ്രായേലിനെ പറ്റി കണ്ടിരിക്കുന്ന പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവരെ ഒരു വെളിച്ചമായിട്ട് കണ്ടിരിക്കുക. സ്തോത്രം. കമൻട്രീസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ നേഷൻ ഓഫ് ഇസ്രായേലിനെ കാണിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവരെ ദൈവത്തിൻ്റെ ജനമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, അവരെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യത്യസ്തമായ കാഴ്ച കണ്ടിട്ട് അവൻ കടന്നുപോയില്ല ആടിനെയും കൊണ്ട്. അവിടെ നിന്നപ്പോഴാണ് ശബ്ദം കേട്ടത്, മോശയെ ചെരുപ്പൂരെന്ന് പറഞ്ഞത്. ഇന്ന് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്, എന്നും പോകുന്ന സൺഡേ സർവീസിൽ ഈ ആഴ്ച എന്തെങ്കിലും വ്യത്യസ്തമായി ഒരാളുടെ വേദനയോ പെയിനോ നമുക്ക് കാണാൻ സാധിക്കണം. ഇതുവരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കുടുംബത്തിൻ്റെ വിഷമം, ഇതുവരെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ടീനേജറോ യൂത്തോ ഹല്ലേലൂയ മാറിപ്പോകുന്നത്, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ടീനേജറിനെ, ഒരു യൂത്തിനെ
നിന്റെ സഭയിൽ കണ്ടുപിടിക്കാൻ ഹാലലൂയ യങ്സ്റ്റർ എന്ന രീതിയിൽ ഹാലലൂയ നിനക്ക് സാധിക്കണം. എന്നെ ഏതെങ്കിലും യങ്സ്റ്റേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വർക്ക് പ്ലേസിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ഒരു കത്തുന്ന യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മോശയെ പറ്റി ഞാൻ അടുത്ത സീസണെ പറ്റി പറയുക. മോശ ഒരു ദർശനം കാണും, മോശ ഒരു കാഴ്ച കാണുക, മോശയോട് ശബ്ദം കേൾക്കുക. ആ ശബ്ദത്തിൽ മോശയോട് പറയുന്നത് എന്താണെന്നറിയാം? മോശെ, ഞാൻ നിന്നെ ഒരു മിഷന് വിളിക്കുക, ഒരു മിഷൻ ഏൽപ്പിക്കുക. ഒരു മിഷനൊക്കെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ആളാ മോശ, അല്ലേ? ഒരാളെ കൊന്നിട്ട് ഓടിപ്പോകുന്നത് തന്നെ എന്തിനാ? ഒരു ബ്രദേഴ്സ് തമ്മിൽ അടിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാതെ നിങ്ങൾ ഒറ്റൊരുമിച്ച് നിൽക്കേണ്ടവരല്ലേ. ഡിസ്യൂണിറ്റി കണ്ടപ്പം പ്രതികരിച്ചവനാ. പക്ഷെ കുറച്ച് 40 വർഷം ആടിനെ നോക്കി അങ്ങ് വളരെ ക്ഷമാശീലനായി, അല്ലേ? ക്ഷമാശീലനായപ്പോഴത്തേക്ക് എന്തോ പറ്റി? ഞാൻ ചോദിക്കുന്നത്, മോശ ഈ തീയൊക്കെ എവിടെ പോയി? ഇപ്പം ജനത്തെ പറ്റി ഭാരം ഇല്ലയോ? നമ്മൾ നോക്കുമ്പോൾ മോശയ്ക്കൊന്നും ഇല്ലെന്നാ. പക്ഷെ ഉള്ളിൽ കിടക്കുന്ന ഭാരവും വേദനയും പേഴ്സണൽ പ്രെയറും ഒക്കെ അറിയുന്നൊരു ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു ആ കാഴ്ച മോശയ്ക്ക് കൊടുക്കാൻ കാര്യം ആടിൻ്റെ പുറകെ നടക്കുമ്പോഴും ചിന്തയല്ല എന്താണെന്നറിയാമോ? അയ്യോ, സത്യത്തിൽ ഞാൻ ആ കൊന്നിട്ട് ഓടിപ്പോകുന്നതുകൊണ്ടാണോ എനിക്ക് മിഷൻ നഷ്ടപ്പെട്ടെ? ഇനി എനിക്ക് തിരിച്ചു കയറാൻ പറ്റുമോ? ആ നാട്ടിൽ എന്നെ കയറ്റുമോ? ഇനി എന്നെ കൊണ്ട് എങ്ങനെ സാധ്യമാ? എന്നെ കൊണ്ട് ഇനി സാധ്യമല്ല. അതുകൊണ്ടാണ് മോശ എക്സ്ക്യൂസ് പറഞ്ഞത്. ഞാൻ അവിടെ കൊന്നിട്ട് ഓടിപ്പോകുന്നതല്ലേ, ഇനി ആ രാജ്യം ഭരിക്കുന്നവർ എന്നെ വെറുതെ വെച്ചേക്കുമോ? എന്നെ ജീവനോടെ എന്നെ വെറുതെ വിടുമോ എന്നൊരു ചോദ്യം. വളരെ പ്രാക്ടിക്കലാ. ഇന്ന് ദൈവം നിങ്ങളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, അയ്യോ ഞാൻ അവിടുന്ന് ഓടിപ്പോന്നതല്ലേ, എന്നോട് ഇനി അവിടെ മടങ്ങിപ്പോകാൻ പറയരുതേ. എനിക്കിനി അവിടെ ഒരു സ്കോപ്പ് ഉണ്ടോ? ഇനി എന്നെ അവർ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? ഇന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ. ഇഫ് യു ഹാവ് എ ബേണിംഗ് ഹാർട്ട് ഫോർ യുവർ മിഷൻസ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ കണ്ടുമുട്ടുന്നവരെ ഞാനൊരു ഫ്രാഗ്രൻസ് ഓഫ് ദ ലോഡ് ആണെന്ന്, ഈ ഫ്രാഗ്രൻസ് ആണെന്ന് അവർക്ക് തോന്നണം. ഒരു വ്യത്യസ്തമായ എന്തോ ഒന്ന് എന്നിൽ ഉണ്ടെന്ന് തോന്നണം. എൻ്റെ പേര് വെച്ചല്ല ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയേണ്ടത്. ഏഞ്ചൽ എന്ന പേര് ക്രിസ്ത്യാനിയാണെന്ന് ആർക്കും മനസ്സിലാകും. അതിനേക്കാൾ ഉപരി ഏഞ്ചലെ, നിന്നിലൊരു വ്യത്യാസം ഉണ്ടല്ലോ ഏഞ്ചലെ. ഹല്ലേലൂയ, സ്തോത്രം. നീ സംസാരിക്കുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടല്ലോ. സാധാ മോട്ടിവേഷൻ അല്ല, എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് കാര്യങ്ങളെ നടത്തുന്ന ദൈവസാന്നിധ്യം വെറും മോട്ടിവേഷണൽ സ്പീച്ച് അല്ല, ഇൻസ്പിറേഷണൽ സ്പീച്ച് അല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന വെറുതെ പറയുന്ന വാക്കുകളല്ല. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വചനം പറയുന്നെങ്കിൽ, നീ സൗഖ്യം നടക്കും. നീ വിശ്വസിച്ചാൽ നീ സൗഖ്യം തന്നെ കാണും. ഹല്ലേലൂയ. നീ എന്ത് വിശ്വസിക്കുന്നു അത് നിന്റെ കണ്ണാൽ കാണുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഏത് അളവ് വരെ ഉപയോഗിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നീ ഉപയോഗിക്കപ്പെടുവാൻ മതിയെങ്കിൽ മതി. പക്ഷെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ, വേദികളില്ല എങ്കിൽ വേദികൾ ഒരുക്കുന്ന ദൈവം വേദികളെ കാട്ടി ഉപരിയായി, സ്തോത്രം, ദൈനംദിന ജീവിതത്തിൽ ഡെയിലി റൂട്ടീൻസ് ഓഫ് ലൈഫിൽ നമ്മളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? അസാധാരണമായ കാഴ്ചകൾ ശ്രദ്ധിക്കണം, അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കണം. എന്താണ് അസാധാരണം? തെറ്റായി ധരിക്കരുത്. അസാധാരണം എന്ന് പറയുന്നത് സാധാരണയായ ഏഞ്ചൽ, സാധാരണയായ ഒരു യങ്സ്റ്ററായ ഞാൻ, സാധാരണയായ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ജോലിയിൽ കയറാത്ത ഞാൻ. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ വർക്കിംഗ് അല്ല, പക്ഷെ ഞാൻ ഭാവിയിലെ കാര്യമാണ്. എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഞാൻ വർക്ക് ചെയ്യുമ്പം വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, വെറുതെ അങ്ങ് മരുന്ന് എഴുതി അങ്ങ് പ്രിസ്ക്രിപ്ഷൻ എഴുതി അങ്ങ് എനിക്ക് വേണമെങ്കിൽ വിടാം. അത് ഏതൊരു സാധാ ഡോക്ടറും ചെയ്യുന്നതാ. പക്ഷേ ഏഞ്ചലിനെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ ഒരു സെഷനിൽ വന്നൊരു മോളുണ്ട്, ബിൻസി എന്നാന്ന് തോന്നുന്നു പേര്. കഴിഞ്ഞ ഏതൊരു സെഷനിൽ ആ മോൾ ഉള്ളൊരു ഡോക്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മോളെ പറ്റിയും കർത്താവ് ആഗ്രഹിക്കുന്നത്, പേര് വ്യത്യാസമില്ലേ, കർത്താവ് ഡോക്ടറാക്കിയ സകല ഡോക്ടേഴ്സിനെ പറ്റിയും, അഭിഷേകത്തിൽ നിറഞ്ഞ സകല വ്യക്തി, നീളം, പൊക്കം, പ്രായം, കളറ്, ഹല്ലേലൂയ, ബാക്ക്ഗ്രൗണ്ട്, ട്രഡീഷന്, എത്ര വർഷം മുമ്പ് കർത്താവിനെ അറിഞ്ഞു, ഹല്ലേലൂയ, ഇതിനേക്കാളൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിനക്ക് ഹല്ലേലൂയ യേശുവിൻ്റെ കരമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ സെർവ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നീ ഒരു യേശുവിൻ്റെ കരമുള്ള ഡോക്ടറായിട്ട് മാറും. നീ അറിയപ്പെടാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ കരത്തെ വഹിക്കുന്നവളായിട്ട്, നീ അറിയപ്പെടാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ
ദൈവത്തിന്റെ കരത്തെ വഹിക്കുന്ന നേഴ്സായിട്ട് നീ അറിയപ്പെടാൻ പോകുന്നത്. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ടീച്ചറായിട്ട് ബാക്ക് ബെഞ്ചേഴ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ പഠിക്കുവാൻ എന്നും റെഡ് മാർക്ക് കിട്ടുന്ന, എന്നും തോൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം, തള്ളപ്പെട്ട കുഞ്ഞുങ്ങളെ ഫസ്റ്റ് റോയിൽ കൊണ്ടുവരുവാൻ ഒരു വ്യത്യസ്തമായ ടീച്ചറാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കാനാ. സൊസൈറ്റി ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്തണം. ഹല്ലേലൂയ, ഗവൺമെൻറ് ഓഫീസുകളിൽ കുഞ്ഞുങ്ങൾ എത്തണം. ഞാൻ എപ്പോഴും പറയുന്നു, ഓരോ സ്കൂളിലെയും ഓരോ ക്ലാസ്സിലും ഒരു അഭിഷക്തയായ ഒരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും കാണണം. അതിന് റീസൺ എന്താണെന്നറിയാമോ? ആൺകുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ ഒരു പെൺകുഞ്ഞും കാണണം. അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു 2 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ക്ലാസ്സിൽ ക്രൈം നടക്കാതെ വണ്ണം ആ ക്ലാസ്സിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു വ്യക്തി മതി. അങ്ങനെയെങ്കിൽ ഓരോ ജെൻഡറിൽ നിന്നും ഓരോ വ്യക്തികളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പലതിനെയും ക്ലാസ് റൂമുകളിൽ തടയും. പല ഈവിളായിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെയും ദൈവം തടയുന്നത് എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്കൂളുകളിൽ വരുമ്പോൾ. എങ്ങനെയാണ് ഇത് വരേണ്ടത്? നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മുടെയും മക്കളാണ് പരിശുദ്ധാത്മാവിനെ ക്യാരി ചെയ്യേണ്ട വെസല്. ഹല്ലേലൂയ, ഇത് അറിഞ്ഞവനല്ലേ ഇത് കൊടുക്കാൻ പറ്റൂ. ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാസന എന്ന് പറയുമ്പം, ഹല്ലേലൂയ, സ്തോത്രം, സൗരഭ്യ വാസന എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരാ പറയണ്ട, ഞാൻ പറഞ്ഞാൽ പോരാ. അയ്യോ, ഞാൻ വലിയ ഇതാ, ഞാൻ വലിയ മിനിസ്ട്രിയാ. നിന്റെ മിനിസ്ട്രിയിലൂടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഷീ ഈസ് ആക്ച്വലി ഡിസ്പ്ലേയിങ് ദ ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു പറയിപ്പിക്കുകയല്ല, സ്തോത്രം, കണ്ട് പറയണം. ഹല്ലേലൂയ, മാറ്റമുള്ള ഒരു വ്യക്തിയാണ് നമ്മളെന്ന്, സ്തോത്രം, ഹല്ലേലൂയ. മോശ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, എക്സ്ക്യൂസ് പറയാണ്, സ്തോത്രം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനൊരു സാക്ഷ്യത്തിലേക്ക് വരുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. ആൻറ്റി പരിചയപ്പെടുത്തി ഇപ്പം പറഞ്ഞല്ലോ തുടക്കത്തിൽ, സ്തോത്രം. ഞങ്ങൾ മാർത്തോമയിലായിരുന്നു. യെസ്, കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയല്ല, പക്ഷെ എന്നാലും നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്, സ്തോത്രം. അച്ഛൻ്റെ മോളായിരുന്നു ഞാൻ. പപ്പ 27 ഇയേഴ്സ് അച്ഛനായിട്ട് പപ്പ മാർത്തോമയിൽ അച്ഛന് സെർവ് ചെയ്തുകൊണ്ടിരുന്നതാണ്, സ്തോത്രം. 2018 ദൈവാത്മാവ് പപ്പയോട് ദർശനങ്ങളിലൂടെ ഇടപെട്ട് ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് പെൻഡക്കോസ്റ്റിൽ നമ്മൾ വോളണ്ടിയർലി പപ്പ റിസൈൻ ചെയ്താണ് നമ്മൾ ഇറങ്ങുന്നത് പെൻഡക്കോസ്റ്റിലോട്ട്. അന്ന് നമ്മൾ പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചാണെന്നറിയാം. കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ ഒരു കൂടുതൽ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. 2022 ഓർമ്മ ശരിയാണെങ്കിൽ 2022 പപ്പ AGയുടെ ഒരു ശുശ്രൂഷകനായിട്ട് പപ്പ ജോയിൻ ചെയ്യുന്നതും പൊതു ശുശ്രൂഷ ആസ് വെൽ ആസ് പപ്പ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ പപ്പ ഇൻവോൾവ് ആകുന്നതും. ഇത് ഞാൻ ജസ്റ്റ് അവിടെ പറഞ്ഞ് നിർത്തുകയാണ്, സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, സ്തോത്രം, എക്സ്ക്യൂസുകളെ പറ്റിയാണ്, സ്തോത്രം. നമുക്ക് മോശയെ പറ്റി നമ്മൾ ചിന്തിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മോശ ആഗ്രഹം ഉള്ളിലുണ്ട് കേട്ടോ. മോശയ്ക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ജനത്തെ ഒന്ന് നോക്കണം, അവരെ വിടുവിക്കണം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ മോശയോട് ദർശനം കാണിച്ചിട്ട് ആവശ്യപ്പെടുക, ഞാൻ നിന്നെ അവരെ പുറത്തിറക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകാൻ. അപ്പോൾ മോശ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യമേ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്നറിയാമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു പോവാം. നമ്മളെയൊക്കെ ഞാനൊന്ന് ഓർപ്പിക്കുക ഈ എക്സ്ക്യൂസുകൾ. ഇനി തൊട്ട് നമ്മൾ ആരും ഈ എക്സ്ക്യൂസ് ഒന്നും പറയല്ല കേട്ടോ. കാരണം നമ്മുടെ നിന്നൊന്നും ഈ കർത്താവ് നമ്മളെ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, സ്തോത്രം. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മോശ ഇതൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഒത്തിരി വൈഡ്ലി കർത്താവ് മോശ ഉപയോഗിച്ചു. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? 5ാമത്തെ എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം വിട്ടുകൊടുത്തില്ല. മോശ, ഞാൻ നിന്നെ തന്നെ വിടാൻ പോവാന്ന് പറഞ്ഞു, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്കതാ പറയാനുള്ളത്. നമ്മളെ തന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ തന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഓടാനും പറ്റത്തില്ല, നിങ്ങളെ ആരും അടിച്ചു ഓടിക്കത്തില്ല. നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയാം. കർത്താവിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പലപ്പോഴും നമ്മൾ റെഡി അല്ലാത്തതുകൊണ്ടാണ്, സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ വോയിസ് ഒന്ന് കേട്ട് നമ്മളൊന്ന് ഏറ്റെടുത്ത് നമ്മുടെ നിയോഗം ദൈവം നമ്മളെ ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 1ാമത്തെ എക്സ്ക്യൂസ് ഇതായിരുന്നു,
എക്സോഡസ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് ഒന്നാമത്തെ എക്സ്ക്യൂസ് പറയുന്നത്. 3-ാം അധ്യായം 10-11 വാക്യങ്ങളിലാണ് പറയുന്നത്. ഞാൻ കറക്റ്റ് ആളല്ല എന്നുള്ള രീതിയിൽ മോശ പറയുകയാണ്. മോശ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ആരാണ് ഫറവോൻ്റെ അടുത്ത് പോകാമെന്നാണ് ചോദിക്കുന്നത്. 3-ാം അധ്യായം 11-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കുകയാണ്. ഹൂ ആം ഐ ബട്ട് മോസസ് സെഡ് ടു ഗോഡ്. മലയാളത്തിൽ വായിക്കാം. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രം ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് ആദ്യമേ പറയുന്നത്. ഞാൻ എന്തുമാത്രം ഉള്ളൂ, എനിക്ക് ഓർപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഹൂ ആം ഐ, ഞാൻ ആരാ, സ്തോത്രം, എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും പലരോടും പല ടാസ്കുകളും, ഞാൻ ആരാ പാസ്റ്റർ, എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മുടെ മേൽ ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാകാൻ പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്, നീ ആരാണെന്ന് കണ്ടോണ്ടല്ല. നമ്മളിപ്പോൾ വലിയ ആളായിരിക്കാം, നമ്മളിത് ഇൻവോൾവ് ആയിരിക്കാം മിനിസ്ട്രി, പക്ഷെ അതൊന്നും കണ്ടിട്ടല്ല, നമ്മളുടെ ഇന്നുകളെ കണ്ടിട്ടല്ല കേട്ടോ. നമ്മുടെ നാളുകളിലെ ദൈവത്തിൻ്റെ നമ്മളെ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളില്ലേ, ആ വ്യക്തിത്വം കണ്ടിട്ടാണ് ഇന്ന് പല ശുശ്രൂഷകളും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പം ഇന്ന് പല കുറവുകളുണ്ടായിരിക്കാം, ഇന്ന് പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയേക്കാം, അതല്ല എൻ്റെ മിനിസ്ട്രി, എനിക്ക് അതിനെക്കാട്ട് മുകളിൽ തന്നാലേ ഞാൻ ഏറ്റെടുക്കത്തുള്ളൂ, ഇത്രയും ചെറുതാണോ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് തരേണ്ടത്, എന്നെ ഇവരെയാണോ ഏൽപ്പിക്കേണ്ടത്? ദൈവം ഏൽപ്പിച്ചതിനെ എങ്ങനെ നോക്കുന്നു? സ്തോത്രം. ദൈവം നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി കൃതാർത്ഥനാണോ, കൃതാർത്ഥയാണോ? ആർ യു ഹാപ്പി? ദൈവം ഏൽപ്പിച്ചത് കുറഞ്ഞു പോയെന്നാണോ പറയാ? അയ്യോ, അവരെയാ എനിക്ക് ഏൽപ്പിച്ച, മറ്റവർക്ക് ആ ശുശ്രൂഷ കിട്ടിയത്, എനിക്ക് ഈ ചർച്ച കിട്ടിയത്, എനിക്ക് ഈ ഫെലോഷിപ്പാണ് തന്നത്. നോ, നിന്നെ ഏൽപ്പിച്ചതിലെ സാധ്യതകളെ പറ്റി എന്താ അഭിപ്രായം? ദൈവം ഒരു മണ്ടത്തരം കാണിച്ചതാണ്? ഒരിക്കലും അല്ല. സ്തോത്രം. അപ്പം നമ്മൾ പറയും അവർ ബയസ്ഡ് ആണ്, അവർ പാർഷ്യലാണ്, എനിക്ക് അങ്ങനെ വന്നു. എന്തുമായിക്കോട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവം ഏൽപ്പിച്ചതിനെ അങ്ങോട്ട്, കർത്താവ് തന്നതിനെ അങ്ങോട്ട് ചെയ്തു നോക്കിക്കേ, അടുത്ത ലെവലിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെടുമെന്ന്. നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടാലും, നിങ്ങൾ ചേർത്തപ്പെട്ട് വെച്ചാലും, നിങ്ങൾ ചേർത്ത് നിർത്തിയാലും മനുഷ്യരല്ല നമ്മളെ ഒന്നും ആക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടോ മോശയുടെ ഈ എൻകൗണ്ടറിൽ ഏതെങ്കിലും മനുഷ്യനുണ്ടോ കൂടെ? മോശ അങ്ങോട്ട് പറയുക, 5-ാമത്തെ റീസൺ, വേറെ ആരെങ്കിലും വിടാവോ എനിക്ക് പകരം, പ്ലീസ് സെൻഡ് സമ്മൺ എൽസ്. 5-ാമത്തെ എക്സ്ക്യൂസാ. അന്നേരം ദൈവം പറയാ, ദൈവത്തിന് ആങ്കർ വന്നെന്നാ പറയുന്നത്. ആങ്കർ എന്നാ, കോപം ജ്വലിച്ചിട്ട് പറയാ, ഓക്കെ മോശ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആറിനെ തരാമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവം ആദ്യമേ പറഞ്ഞ എന്താ? മോശ, ഞാൻ നിന്നെ കണ്ടു, നിന്നെ വിളിച്ചു, നിന്നെ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കാം. മോശ പറയാ, ഓ എനിക്ക് ഒരാളെ എന്നെ കൊണ്ട് ഒക്കില്ല, നീ വേറെ, ഓ ലോഡ് പ്ലീസ് സെൻഡ് സമ്മൺ എൽസ്. അപ്പം കർത്തൃത്വം ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഓ ലോഡ് എന്ന് പറഞ്ഞാൽ കർത്താവേ എന്നാ പറഞ്ഞത്. ഓ കർത്താവ്, എൻ്റെ കർത്തൃത്വം വഹിക്കുന്ന ദൈവമേ. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ വാക്ക് ലോഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒബീഡിയൻസ് ഉണ്ട്, സറണ്ടറൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ, ദൈവമേ എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ, ദൈവമേ ആ വിഷയത്തിൽ നിന്ന് എന്നെ, എനിക്ക് അവിടെ പോകണ്ട കർത്താവേ, യോന പറഞ്ഞ പോലെ. പക്ഷെ ദൈവം പറയുന്നത്, നീ എന്നെ ഒരേ സമയത്ത് ലോഡ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു, എന്നാൽ എൻ്റെ നിയോഗത്തിന് കുറവായിപ്പോയി, ചെറുതായിപ്പോയി, ഞാൻ ആഗ്രഹിച്ച അതല്ല, എനിക്ക് ഇതായിരുന്നു ആഗ്രഹം, ഞാൻ അങ്ങനല്ലയോ പ്രതീക്ഷിച്ച് വന്നത്, എനിക്കിതല്ലയോ കിട്ടിയത്, എന്നെ മാറ്റി നിർത്തിയതല്ലയോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സ്തോത്രം. ദൈവമേ എന്ന് പറയുമ്പോഴും ദൈവം തന്ന നിയോഗം ഏറ്റെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ചെറുതാകട്ടെ വലുതാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, മോശയെ വിളിച്ച പോലാണ് ഞങ്ങളെ ആക്ച്വലി ദൈവം കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, മോശ വിചാരിച്ചു ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഞാൻ ആരാ ഇതൊക്കെ ചെയ്യാൻ? ഇതുപോലാണ് ഞങ്ങൾ ആക്ച്വലി മാർത്തോമയിലായിരുന്നുകൊണ്ടും എൻ്റെ ഫാമിലി, പപ്പയുടെ ഫാമിലി ചെറുതായിട്ട് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പല അവിശ്വസ്തതകളിലും, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് നോക്കാതെ ദൈവം നമ്മളെ ചൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ പുകഴ്ത്താൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മഹത്വത്തെ അല്ല, ഞങ്ങളെടുത്ത ഡിസിഷനെ അല്ല, പക്ഷെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ടു ടെൽ യു ദാറ്റ്, ഹല്ലേലൂയ, സ്തോത്രം, 27 ഇയേഴ്സ് സെർവ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങും, ഇല്ലെങ്കിൽ ആദ്യമേ ഒരു അച്ഛൻ അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ഒരാളില്ല മാർത്തോമയിൽ. എല്ലാവരും എന്തെങ്കിലും ഒരു റീസൺസ്, വേറൊരു സഭയിൽ ജോയിൻ ചെയ്യാൻ, ഒരു പെന്തക്കോസ്റ്റ് ജോയിൻ ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തില്ല, റൈറ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല, എനിക്ക് ആ സ്ഥാനം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ആരും കാനമച്ചൻ ഇറങ്ങിയ പോലെ, അല്ലെങ്കിൽ ക്രിസ്പിനച്ചൻ ഇറങ്ങിയ പോലെ ഒന്നും വിശ്വാസത്തിന് വേണ്ടി സ്നാനം എന്നൊന്നും പറഞ്ഞ് ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നേരത്തെ ഹിസ്റ്ററി സെറ്റ് ചെയ്ത്, എൻ്റെ ഹിസ്റ്ററി ഫോളോവർ അല്ല എൻ്റെ പപ്പായോ ഞാനോ ഒന്നും. ഞങ്ങളുടെ കുടുംബം ഒരു ഹിസ്റ്ററി കണ്ടിട്ട് ധൈര്യത്തോടെ വിജയിച്ചു, നമുക്ക് ഇറങ്ങാം ബാ, അങ്ങനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് അറിയാമോ?
നമ്മളെ കർത്താവ് ചിലപ്പോൾ വിളിക്കുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാനാ, പുതിയ കാര്യങ്ങൾ ചെയ്യാനാ, ഫ്രഷ് ആയിരിക്കും. നമ്മൾ ചോദിക്കും, ദൈവമേ ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഇത് സക്സസ് ആയ ഒരു ചരിത്രം കാണിച്ചു തന്നാൽ ഞങ്ങൾ ഇതൊക്കെ എന്ത് ധൈര്യത്തിൽ ഇറങ്ങിത്തിരിക്കാനാ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ധൈര്യവും, ഞാൻ നിന്റെ ബലവും നിന്റെ സങ്കേതവുമാകുന്നു, നിനക്ക് ഏറ്റവും അടുത്ത തുണ. ഐ ആം യുവർ ഷീൽഡ്. ഹല്ലേലൂയ. ഐ ആം യുവർ ഷീൽഡ്. ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ ഉപനിധിയാണ്, ഞാൻ നിന്റെ സോഴ്സാണ്. നീ ഒരു റീസോഴ്സും നോക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പപ്പ, ഐ തിങ്ക് ഹി വാസ് 56 years old. ഐ തിങ്ക് കുറച്ച് വർഷങ്ങളൂടെ ഉള്ളൂ റിട്ടയർ ആവാൻ. അപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഞാൻ ഇത്രയും പ്രായമായില്ലോ, ഇനിയിപ്പോൾ എന്നെ ഇറക്കിയിട്ട് എൻ്റെ മുട്ടുകൾക്ക് വേഗതയും കാലുകൾക്ക് വേഗതയും ഉള്ളപ്പോൾ ഞാൻ ഇറങ്ങിയായിരുന്നെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പയുടെ ഫാമിലി ഫുള്ള് പെന്തക്കോസ്താണ്. അമ്മച്ചി പെന്തക്കോസ്താണ്, പപ്പയുടെ ബ്രദർ പാസ്റ്ററാണ്, പപ്പയുടെ സിസ്റ്റർ പാസ്റ്ററിൻ്റെ വൈഫാണ്. ഇവരെല്ലാം ശുശ്രൂഷയിലാണ് കുടുംബമായിട്ട്. പപ്പ മാത്രമേ ഉള്ളൂ അച്ഛനായിട്ട്. എൻ്റെ അമ്മയുടെ ഫാമിലി 2 സിസ്റ്റേഴ്സ്, അവർ 2 ഫാമിലീസും പെന്തക്കോസ്താണ്. ഒരാൾ ഇൻഡിപെൻഡൻറ്റ്, ഒരാൾ ട്രഡീഷണൽ സഭ. 2 പേരും എൻ്റെ അമ്മയുള്ള ആ സൈഡിൽ നിന്നും മർത്തോമേൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങളെ ദൈവത്തിന് ഇറക്കാൻ സാധിക്കുമോ? നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇവരെല്ലാവരുമായിട്ട് കൂടുമ്പോൾ ആരാധിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അന്യഭാഷയൊന്നും ലഭിച്ചിട്ടില്ല, പക്ഷെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ഒരുമിച്ച് നമുക്ക് അറിയാവുന്ന പോലെ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് പെന്തക്കോസ്ത് അനുഭവമുണ്ട്. പക്ഷേ ഇറങ്ങേണ്ടത് എങ്ങനെയാണ്? ഇനിയും സാധിക്കുമോ? ഇനി ഇത്രയ്ക്ക് വർഷം, ഇനിയിപ്പം വല്ല റിട്ടയർഡ് ലൈഫിൽ വല്ലതും ആയിരിക്കും ദൈവം നമ്മളെ കൊണ്ട് ആ ഡിസിഷൻ എടുപ്പിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ കർത്താവ് പേഴ്സണലായിട്ട് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യകത. പപ്പ ഓരോ മാമോദിസ മുക്കുമ്പോഴും പപ്പ ഇങ്ങനെ പറയാറുണ്ട്, മാമോദിസ അല്ല ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളെ മാമോദിസ ബാപ്റ്റിസം അല്ല ചെയ്യേണ്ടത്, മുതിർന്ന അഡൽട്ട് ഫെയ്ത്ത് ബാപ്റ്റിസം ആണ് ചെയ്യേണ്ടത്. എനിക്ക് കുറ്റബോധമാടി. അപ്പോൾ എനിക്ക് ചിലപ്പം പപ്പ ഇരുന്ന് കരയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ പപ്പ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കും, കർത്താവെ ഈ പപ്പയ്ക്ക് എന്തെങ്കിലും, കർത്താവെ കുറ്റബോധം ഇല്ലാതെ, സ്തോത്രം കർത്താവെ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവെ സഭയുടെ നിയമം ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ. കാരണം ഞങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഞാൻ പറയേണ്ട കർത്താവ് എൻ്റെ പ്രാർത്ഥന കണ്ടു എന്നല്ല, ദൈവം മുന്നമേ ഞങ്ങളെ കണ്ടു. സ്തോത്രം. എൻ്റെ പപ്പയുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കണ്ടിട്ടുണ്ട്. പപ്പയ്ക്ക് ആഗ്രഹവും ആ സ്നാനത്തെ പറ്റി പറയണമെന്ന്. പക്ഷെ പപ്പ സ്നാനം എടുത്തതാണ്, അമ്മ സ്നാനം എടുത്തതാണ്. ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് സഭയിലായിരുന്നപ്പോൾ തന്നെ അവർ സ്നാനം എടുത്തതാണ്. ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ എടുക്കണമെന്ന്. ഞാൻ MBBS പഠിക്കാൻ പോയ സമയത്താണ്, എൻ്റെ 3rd ഇയറിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു AG സഭയുമായി പൻവേൽ എന്ന് പറയുന്ന സ്ഥലം, മുംബൈയിൽ, നവി മുംബൈയിൽ പൻവേൽ AG സഭയുമായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരി മുഖേന ഞാൻ കണക്റ്റ് ആവുമായിരുന്നു. അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും യങ്സ്റ്റേഴ്സ് പറയത്തില്ല, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. എങ്ങനെ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമുക്ക് ചേർച്ചിൽ ഇൻവൈറ്റ് ചെയ്യാം. അവളൊരു മാർത്തോമക്കാരിയല്ല, അവളൊരു ഒരു പെന്തക്കോസ്തുകാരിയായിരുന്നു. അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ദിവസം എനിക്ക് ചർച്ചിൽ പോകാൻ, എൻ്റെ ചേർച്ചിൽ പോകാൻ, മാർത്തോമ ചേർച്ചിൽ പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പം എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഇരിക്കുമ്പം മൺഡേ എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പം എൻ്റെ പോർഷൻസ് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ദൂരമാണ്, എനിക്ക് പഠിച്ചു തീർക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇന്ന് ഞാൻ അവിടെ പോകുന്നതിന് പകരം വേറെ ചേർച്ചിൽ പോകാൻ, അടുത്തുള്ളടത്ത് പോകാനിരിക്കാമെന്ന് പറഞ്ഞപ്പം, അപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, എൻ്റെ ചേർച്ചിൽ വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ ബന്ധക്കോസ്തല്ലേ, നീ എന്ത് ഈ പറയും, നീ ഒരു അച്ഛൻ്റെ മോളെ ബന്ധക്കോസ് സഭയെ വിളിക്കുവാണോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ പേര് അനീറ്റ എന്നാണ്. ഞാൻ അനീറ്റയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നത്. പലപ്പോഴും അവൾക്ക് വേണ്ടി കർത്താവിനെ സ്തുതിക്കാറുണ്ട്. കാരണം എത്ര കുട്ടികൾ വിളിക്കാറുണ്ട് കൂട്ടുകാരെ, പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെ മോളെ എത്ര പേര് വിളിക്കാറുണ്ട് അല്ലേ? ഒരു ബിഷപ്പിൻ്റെ ഫാമിലിയുള്ള കൊച്ചാന്ന് കേട്ടോ, ആ കൊച്ചിനോടൊന്നും പറയാനേ പാടില്ല. അങ്ങനെയല്ല, ആ കൊച്ചിനോടാണ് നിങ്ങൾ പറയേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. വാട്ട് ഇഫ് ദേ ലിസൺ? നമ്മൾ പലപ്പോഴും പറയുന്നത്, മോശം എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? നീ ട്രൈ ചെയ്തോ, പറഞ്ഞു നോക്കിയോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ രീതി? ചുമ്മാ അങ്ങ് പറയുക, ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ, എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹാവ് യു എവർ ട്രൈഡ്? ദൈവം പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ പറയാം. എവിടെ ഡിഡ് യു സോ ദ സീഡ്? ഇത് റീപ്പ് ചെയ്തു എന്നുള്ളതല്ല, അത് ദൈവം ചെയ്തോട്ടെ, വേറൊരാളെ കൂടെ ആയിരിക്കും അത് കൊയ്യുന്നത്. ഡിഡ് യു സോ ദ സീഡ്? നീ പോയടത്തൊക്കെ ഡിഡ് യു സോ ദ സീഡ്? ദാറ്റ്സ് ഓൾ ഗോഡ് ഈസ് ആസ്കിങ് us ടുഡേ. നീ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ? മനുഷ്യൻ്റെ വാക്ക് കിട്ടാനല്ല, നിന്റെ ബോധ്യങ്ങൾ അറിയാവുന്ന ദൈവത്തിൻ്റെ ബോധ്യത്തിന് വേണ്ടി, മനസ്സാക്ഷി കർത്താവിനെ ബോധിപ്പിക്കാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ? ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. അവളെന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അനീറ്റ, ഞാനൊരു അച്ഛൻ്റെ മോളായതുകൊണ്ട് എനിക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ, സഭക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഏഞ്ചലെ അങ്ങനൊന്നും പറയണ്ട, ആരും അറിയത്തില്ല, നമുക്ക് ലേറ്റായിട്ട് കയറാം,
നമുക്ക് എന്നിട്ട് നേരത്തെ ഇറങ്ങാം. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന ആൻറ്റിമാരൊക്കെ ഇറങ്ങുന്നത്, ആൻറ്റിമാരാണല്ലോ നമ്മളെ എല്ലായിടത്തും പരിചയപ്പെടാൻ വരുന്നത്. അയ്യോ മോളെ എവിടുന്ന, ഏത് സഭ, നമ്മൾ ഏത് സഭ വ്യത്യാസം തന്നെ നമ്മളോട് മിണ്ടാൻ വരുന്ന ആരാ, അയ്യോ മോളെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ കല്യാണമൊക്കെ ആലോചിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആൻറ്റിമാർ വന്ന് പരിചയപ്പെടാറുണ്ട്. അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറയുന്നത്. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഞങ്ങൾ നേരത്തെ ഇറങ്ങി, ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ അടുത്ത 3 മാസത്തോളം കർത്താവ് വീണ്ടും എനിക്ക് ആഗ്രഹം, എൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്നു, എനിക്ക് ഒളിച്ചും പാത്തും ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ആരും കണ്ടുപിടിക്കത്തില്ല എന്നുള്ളൊരു ധൈര്യം കിട്ടി. ഇപ്പം എൻ്റെ പപ്പ പറഞ്ഞു, മോനെ എനിക്കും അവിടെ പോയി ആരാധിക്കാൻ പറ്റുന്നില്ല, നീ ധൈര്യമായിട്ട് പോക്കോ, ഒറ്റ കാര്യമേ ഉള്ളൂ, മർത്തോമയിലെ അച്ഛൻ്റെമാരുടെ ഒന്നും കണ്ണിപ്പെടണ്ട, നമ്മൾ ദൈവത്തോട് ചോദിക്കാം, ദൈവം നമ്മളോട് സംസാരിക്കട്ടെ, നിനക്ക് പറ്റുന്നിടത്തോളം ഇനി 1 വർഷത്തോടെ അവിടെ പഠിത്തമുള്ളല്ലോ, നീ പോയി ആരാധിച്ച് പ്രാപിക്ക്, ബലപ്പെടാൻ പറഞ്ഞു. എൻ്റെ പപ്പ ആ ഒരു അച്ഛനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ എന്നെ പ്രചോദനമായിരുന്നു. ബീങ് ആൻ അച്ഛൻ, ഹീ സെഡ്, കുഴപ്പമില്ല, എനിക്ക് പേടിയായിരുന്നു പപ്പ കംപ്ലൈൻറ്റ് പോയാലോ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ. പപ്പ പറഞ്ഞു, അതൊന്നും സംഭവിക്കത്തില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. സ്തോത്രം, കർത്താവിനായി സ്തുതിക്കുന്നു. അങ്ങനെ പോയി തുടങ്ങി. 3 മന്ത്സ് കഴിഞ്ഞപ്പം എല്ലാ ആഴ്ചയും ഞാൻ പൻവേൽ AG പോകാൻ തുടങ്ങി. എൻ്റെ മർത്തോമയിൽ പോകുന്നത് കുറഞ്ഞു. അതുവരെ ഞാൻ 3 സൺഡേ പോകുമായിരുന്നു മർത്തോമ, 1 സൺഡേ AG പോകുമായിരുന്നു, ഒരു വെറൈറ്റിക്ക് വേണ്ടി, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പേടിച്ചാ പോകുന്നത്. പക്ഷെ 3 മന്ത്സ് കഴിഞ്ഞപ്പം ഫിയറൊക്കെ മാറാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, 1 വർഷം കൂടെ ഇവിടെ പഠിക്കുന്നുള്ളൂ, അതുവരെ എനിക്ക് പെന്തക്കോസ്തിൽ പോകണം, മാക്സിമം എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം, എനിക്ക് ദൈവസാന്നിധ്യത്തിൽ വർഷിപ്പ്, ട്രൂത്ത് ആൻഡ് സ്പിരിറ്റിൽ ആരാധിക്കണം, എനിക്ക് സ്നാനത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് എടുക്കണം, എൻ്റെ അമ്മ എടുത്തതാണ്, എനിക്കിതിനെപ്പറ്റി ദൈവസന്നിധിയിൽ ഇരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആത്മീക ആഗ്രഹങ്ങളും വാഞ്ചയും വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ദൈവം എന്നെ നയിക്കാൻ തുടങ്ങിയത്. ഇതിന് 1 വർഷത്തോളം ഞാൻ അറ്റൻഡ് ചെയ്തു, ഒരു ഫാസ്റ്റിംഗ് പ്രെയർ അറ്റൻഡ് ചെയ്തു, പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ ഫില്ലിങ്ങിനാൽ നിറയാൻ സാധിച്ചു, അന്യഭാഷ ലഭിച്ചു. ദൈവം അതങ്ങനെ നടത്തി കേട്ടോ. എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം പോയപ്പം സ്തോത്രവും ഹല്ലേലൂയയും കാരണം പാസ്റ്റർ പറയുന്ന മെസ്സേജ് ഒന്നും കേൾക്കത്തില്ല, ഞാൻ പുറയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക. അപ്പം ഞാൻ ഓർത്തു, ഇവർക്ക് ഇത്രയും ഉറക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഇത് പെതുക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കത്തില്ലയോ, കാരണം ഞാൻ വരുന്നത് ഒരു മർത്തോമ ചേർച്ചിൻ്റെ ആരാധനയിൽ നിന്ന് വരുന്നുണ്ട്, ഇത്ര എന്തിനാ ഈ അലേ സൗണ്ട്, ഞാനിത് ഇഷ്ടംപോണൊക്കെ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പപ്പയുടെ ബ്രദർ സിസ്റ്റർ. പക്ഷേ ഇത് സഭ വന്നിരിക്കുമ്പോൾ ആകെപ്പാടെ എല്ലാവരും ഇൻവോൾവാണ്. ആദ്യമേ ഇതൊക്കെ ന്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ സ്തോത്രം, ദൈവം അന്നേരം എന്നെ ഓപ്പൺലി അതിനെ സ്വീകരിക്കാൻ കർത്താവ് പെതുക്കെ അതിനെ അഡാപ്റ്റ് ചെയ്തു. കർത്താവ് ഓപ്പൺ ആക്കി മനസ്സിനെ. നമ്മളെ ഇപ്പം ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ, മാറ്റത്തിന് അനിവാര്യം എന്തുവാണെന്നറിയാമോ? ഹല്ലേലൂയ, ഓപ്പൺ ആയിരിക്കണം. കർത്താവ് എന്നെ എങ്ങനെയാ, കർത്താവിൻ്റെ ചില കാര്യങ്ങളെ റിസീവ് ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ചില പുതിയ റെവലേഷൻസിനെ പ്രാപിക്കണമെങ്കിൽ എനിക്ക് ഒത്തിരി അറിവുകൾ ഉണ്ടായിരിക്കാം. എൻ്റെ അറിവിനപ്പുറത്തായിട്ട് കർത്താവെ, ഡു യു വാണ്ട് മീ ടു നോ സംതിങ് മോർ അബൌട്ട് യു, നിന്നെപ്പറ്റി കൂടുതലായി എന്തെങ്കിലും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ പ്രായം അതിന് തടസ്സമല്ല കേട്ടോ. നമ്മുടെ അറിവിനപ്പുറത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു എൻ്റെ കസിൻസ് എല്ലാം ഒത്തിരി വർഷം നിന്നുകൊണ്ട് അന്യഭാഷയെ സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വളരെ വിദൂരമാ. ഹല്ലേലൂയ. ഞാൻ കൊച്ചിലെ മുതലേ എൻ്റെ കസിൻസ് എല്ലാം ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദർശനം വെളിപ്പാടുള്ള എൻ്റെ ഫസ്റ്റ് കസിനുണ്ട്. അപ്പോൾ എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും, മക്കളെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആത്മാവിൽ ആരാധനിക്കുന്നില്ല, നിങ്ങളെന്ന് പ്രാപിക്കും. ഭയങ്കര ഭാരമായിരുന്നു എൻ്റെ അമ്മച്ചിക്ക്. പക്ഷെ ഇന്ന് എൻ്റെ അമ്മച്ചിക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കർത്താവിൻ്റെ വെളിപ്പാടുകൾ, ദർശനങ്ങൾ പ്രാപിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. പക്ഷെ ഞങ്ങൾ വന്നിട്ട് അധികം ദൈർഘ്യമായിട്ടില്ല കേട്ടോ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ മഹത്വമല്ല, നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിട്ടുണ്ട് കർത്താവിനെ ആക്സസ് ചെയ്യാനുള്ള. നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയാണ് ദൈവത്തിൻ്റെ ആക്സസ് ഏരിയ. ഇഫ് യു വാണ്ട് ടു റിസീവ് ഫ്രം ദ ലോർഡ്, ആസ്ക് ഹിം ഇൻ യുവർ പേഴ്സണൽ ടൈം. നിങ്ങൾ മെഡിറ്റേഷൻ ടൈമിൽ ദൈവസന്നിധി വചനം ഏറ്റെടുത്ത് കർത്താവിനോട്, കർത്താവ് എന്നോട് സംസാരിക്കണം, നിന്നെ കേൾക്കാനുള്ളൊരു ചെവി എനിക്ക് തരണം, ദർശനം കാണാനുള്ള കണ്ണ് എനിക്ക് തരണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടാനുള്ളൊരു മനസ്സും കൈയും നന്മയും എനിക്ക് തരണം. ഹല്ലേലൂയ സ്തോത്രം. പപ്പയോട് 2018 കർത്താവ് സംസാരിച്ചു, ദർശനങ്ങളിലൂടെ ഇടപെട്ടു. 2019 നമ്മൾ ഇറങ്ങുന്നത്. വിശ്വാസത്തിന് വേണ്ടി പപ്പ ഒരു സ്റ്റെപ്പ് എടുത്ത് വോളണ്ടിയർലി റിസൈൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നു. പിന്നീട് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധി ഇരുന്നു പ്രാർത്ഥിച്ചു. എനിക്ക് ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒത്തിരി പേര് ഭയങ്കരമായിട്ട് ചോദിച്ചു, ഇത്രയും നാൾ നിങ്ങളുടെ ബോധ്യങ്ങൾ എവിടെയായിരുന്നു, ഇത്രയും നാൾ സത്യങ്ങൾ അറിയത്തില്ലായിരുന്നോ? പപ്പ 98 ഇറങ്ങാൻ ശ്രമിച്ചതാ. അന്ന് റെസിഗ്നേഷൻ എടുത്തു കൊടുത്ത, അന്ന് സിനഡ് കൂടി എല്ലാവരും കൂടെ റെസിഗ്നേഷൻ പിൻവലിച്ച് തിരിച്ച് കയറേണ്ടി വന്നു. പക്ഷെ 2019 ഞാനൊരു എക്സാമ്പിൾ പറയുവാണേ, 1998 എടുത്തൊരു സ്റ്റെപ്പിനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പല അച്ഛന്മാരും പറയും, പുള്ളി ഒന്ന് സൂക്ഷിച്ചോണേ, പുള്ളി ചിലപ്പം പിന്നെയും ചാടാൻ സാധ്യതയുണ്ട്, പിന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്, പുള്ളിയുടെ ഫാമിലി ഫുൾ ഒരു ബന്ധക്കോസ്ത് കിടക്കുക, അവർ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും പറയും, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പയുടെ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പയുടെ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയും, ഞങ്ങളെ കണ്ടത് ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം.
ഇവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, യെസ്. പക്ഷെ ഞാൻ എപ്പോഴും അപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന, യേശുപ്പോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കർത്താവെ പാസ്റ്റേഴ്സിന് കുറവില്ല, എൻ്റെ കർത്താവെ ദേവദാസന്മാർക്ക് കുറവില്ല, പെന്തക്കോസ്തിന് ഞങ്ങളെ ആവശ്യമുണ്ടായിട്ടാണോ? എന്തിനാ കൊണ്ടുവന്ന കർത്താവ്? എത്രയോ നാണക്കേട്, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കുറ്റപ്പെടുത്തൽ എല്ലാം കേട്ട് ഉള്ളതെല്ലാം ഇട്ടേച്ച് പൂർണ്ണമായി ഞങ്ങൾ വിശ്വാസത്തിന് ഇറങ്ങിയത് ഒരു ബ്ലാങ്ക് സ്റ്റെപ്പ് എടുത്ത് എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? ഞാൻ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ ജനം കുറഞ്ഞിട്ടല്ല. സ്തോത്രം. ഞാൻ എല്ലാവരെയും ഓർപ്പിക്കുക കേട്ടോ, നിങ്ങളാരും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല അച്ഛന്മാരെ ഇറക്കുന്നതൊന്നും. എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളും രക്ഷപ്പെടുവാൻ, ഞങ്ങളും വെറും സാൽവേഷൻ പ്രാപിച്ചാൽ പോരാ, കർത്താവിനെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുവാനും പൗരോഹിത്യത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം. ഒരു കുറവ് സഭയിൽ ഉണ്ടായിട്ടല്ല ഞങ്ങളെ ഇറക്കി കേട്ടോ. ഞങ്ങൾ വന്നിട്ട് പെന്തക്കോസ്ത് റിവൈവൽ വരാനല്ല, പെന്തക്കോസ്റ്റിലുള്ളതെല്ലാം ഉണ്ട്, സ്തോത്രം. അതിൻ്റെ ഭാഗമായിരിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഒരു കൃപ തന്നു എന്നല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ. സ്തോത്രം. നമ്മളൊരു ചർച്ചിന് ഒരു അഡീഷൻ ആയിരിക്കാം, നമ്മളൊരു ഒരു ഒരു ഓർണമെൻ്റ് ആയിരിക്കാം ദൈവസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ, ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ആരും അല്ല കേട്ടോ. അതേസമയവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മളെ രക്ഷിക്കാൻ ദൈവം ചെയ്ത പദ്ധതിയാണ്. ഞങ്ങളെ ആ ട്രഡീഷനിൽ നിന്ന് രക്ഷിക്കാൻ, ഞങ്ങളെ ഇറക്കാൻ എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവം. മാമോദിസ വയ്യ കർത്താവേ, ഞാൻ സ്നാനമെടുത്ത പോലെ എനിക്ക് സ്നാനപ്പെടുത്തണം എൻ്റെ കൈകൊണ്ട് എന്നാഗ്രഹിച്ചൊരു പുരോഹിതൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം മതിയായവനാ. 27 വർഷത്തെ പാരമ്പര്യത്തിനപ്പുറത്ത് ഞാൻ സ്ട്രെസ് കൊടുക്കുന്ന ഒരു സഭയ്ക്കല്ല, ഞാൻ സ്ട്രെസ് കൊടുക്കുന്ന ഒരു അനുഭവത്തിന്, ചില അനുഭവങ്ങൾക്കപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു തൊടലിനായിട്ട്, ആത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊരു കുടുംബമായിരുന്നത് കൊണ്ട് മാത്രമാണ് ദൈവത്തിന് ഞങ്ങളുടെ ലൈഫിൽ കയറി വരാൻ സാധിച്ചത്. ഞങ്ങൾ ഡിസിഷൻ എടുക്കും, ഞങ്ങൾ ഇട്ടേച്ചിറങ്ങുമെന്ന് കർത്താവിന് എപ്പോഴും തോന്നി. അങ്ങനെ നിങ്ങളെപ്പറ്റിയും ചില തോന്നലുകൾ കർത്താവിന് ഉണ്ടാകുമാറാകട്ടെ. ഇതുവരെയുള്ള പഴക്കമുള്ള ചില സ്വഭാവങ്ങൾ വിട്ടിറങ്ങുവാൻ, ദൈവഹിതമല്ലാത്ത ചില സംസാര ശൈലികൾ വിട്ടൊഴിയുവാൻ, ദൈവഹിതമല്ലാത്ത സഹിക്കാൻ പറ്റാത്ത ഭാഷകൾ സംസാരിക്കാതിരിക്കുവാൻ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് ഒഴിവായി നടക്കുവാൻ, കുറ്റം പറയുന്ന കൂട്ടങ്ങളിൽ ചെന്ന് ചേരാതിരിക്കുവാൻ, ഇതൊക്കെയാണ് പെന്തക്കോസ്തുകാരെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്നാനമെടുത്തവരാ, നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാ. ഇനി എന്താ നമുക്ക് കുറവെന്നറിയാമോ? നമ്മുടെ ക്രിസ്ത്യൻ പ്രാക്ടിക്കൽ ലൈഫിൽ മുറിവുണ്ടാക്കുന്നവരാകാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, മുറിവുണക്കുന്നവരാകാൻ എന്നെ വിളിച്ചിരിക്കുക. ഓർത്തോണേ, നമ്മൾ മറ്റുള്ളവരെ കൈ ചൂണ്ടുമ്പോൾ, നിങ്ങൾ സേവ് ചെയ്തില്ല, നിങ്ങൾ സ്നാനമെടുത്തില്ല, നിങ്ങൾ സേവ് ആയവരല്ല, നിങ്ങൾക്ക് ആ കുറവുണ്ട്, നിങ്ങൾക്ക് ആ ട്രഡീഷനകത്താ, നിങ്ങൾ ട്രഡീഷൻ്റെ ബന്ധനത്തിലാ, നമ്മൾ എന്ത് പോരാട്ടത്തിലാണെന്നറിയാമോ? ജഡത്തിൻ്റെ പല പോരാട്ടങ്ങളും നമ്മളെ ഭരിക്കുന്നു. ഹല്ലേലൂയ. ഫൈറ്റ് ചെയ്യാനുള്ള ആത്മാവ്, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, നേടണം, എനിക്ക് വേണം, നോ, എനിക്ക് കൊടുക്കണം, എനിക്കില്ലെങ്കിലും മറ്റുള്ളവന് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വ്യത്യസ്തമായ റിയൽ പെന്തക്കോസ്ത് എന്താണെന്നറിയാമോ? മറ്റുള്ളവനെ ജഡ്ജ് ചെയ്യുന്നതല്ല, എൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുക്കാൻ തീരുമാനിക്കുക. അതാണ് പെന്തക്കോസ്തിൻ്റെ സ്പിരിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മറ്റുള്ളവനെ പണി ചെയ്യാനല്ല, ആദ്യമേ എന്നെ പണി ചെയ്യും. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വാക്ക്, അങ്ങനെ നമ്മുടെ സമയമായില്ലയോ? Okay, you can take 5 more minutes, no problem. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്യഭാഷ കൃപാവരം യേശുക്രിസ്തുവിനെ എനിക്ക് തരുമോ? എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്. ഹോളിനെസ് ഇമ്പോർട്ടൻ്റ് ആണ് കർത്താവ് നിങ്ങളെ തൊടാൻ. യെസ്, ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പാപം ചെയ്തു, നിങ്ങൾ വീണ്ടും ദൈവസന്നിധി വന്ന് ക്ഷമ പറയണം. ക്ഷമിക്കാൻ മതിയായവനായ ഒരു കർത്താവ് അപ്പയാണ് നമുക്കുള്ളത്. ക്ഷമ ചോദിച്ചാൽ തീരുന്നിടത്ത് വീണ്ടും കർത്താവുമായിട്ടുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതിന് പകരം സെൽഫ് കണ്ടംനേഷനിലോട്ട് പോവല്ല. അയ്യോ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ എടുത്തൊരു തീരുമാനം തെറ്റിപ്പോയി, ഞാൻ ഇനി മടങ്ങി വരാൻ സാധ്യമല്ല. നിനക്കാണ് മടങ്ങി വരാൻ സാധ്യതയുള്ളത്. ഇന്ന് പലരും തെറ്റുകൾ സമ്മതിക്കാതെ, തെറ്റുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാതെ പോകുന്നിടത്ത് റിപ്പൻറ്റ് ചെയ്യുന്നവന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. റിപ്പൻറ്റ് ചെയ്യുന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന കർത്താവായ ദൈവം, കർത്താവും ദൈവവും, ഹല്ലേലൂയ. റിപ്പൻറ്റ് ചെയ്യുന്നവനാണ് ദൈവസന്നിധി സാധ്യതയുള്ളത്. ഇന്ന് ദൈവാത്മാവ് എന്നെ വീണ്ടും ആ വാക്ക് പറയാൻ
ഓർപ്പിക്കുക. ഹല്ലേലൂയ. വലിയ വലിയ പാപങ്ങളല്ല റിപ്പന്റ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ വാക്ക് വരുമോ, മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവുകൾ ഏൽപ്പിച്ചവര്, നിങ്ങൾക്ക് ഒരു പക്ഷെ അവരോട് ക്ഷമ ചോദിക്കാൻ വയ്യെങ്കിൽ ആദ്യമേ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ചേ, ഞാൻ ആരെങ്കിലും മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ടോ യേശുവേ? എൻ്റെ പിതാവേ, എൻ്റെ അനുഭവങ്ങൾക്ക് ഒരു പുതുക്കത്തെ തരണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഇറങ്ങി, ഞങ്ങളോട് കർത്താവ് സംസാരിച്ചു, ഞങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ അതിനെല്ലാം റീസൺ എന്താണെന്നറിയാമോ? സ്തോത്രം. മോശയോട് ഒരു കാര്യം പറഞ്ഞു, മോശെ, ഒരു ജനത്തെ നീ ഇറക്കിക്കൊണ്ട് വരണം, അവരുടെ കരച്ചിലും നിലവിളിയും ഞാൻ കേട്ടു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? സ്തോത്രം. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ചുറ്റിനുമുള്ള ചിലരുടെ കരച്ചിലും നിലവിളികളും, നിങ്ങളുടെ കോളേജുകളിലും നിങ്ങളുടെ നെയ്ബർഹുഡിലും നിങ്ങളുടെ സഭയ്ക്ക് പുറത്തുമായി ചില വേലകൾ ചെയ്യാൻ അനേകം കിടക്കുമ്പോൾ, ചെയ്യാൻ പറ്റാത്ത ചില വേലകളെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കാതെ, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നു ദേവദാസ് രജിഷൂർനാട് പാസ്റ്റർ, സ്തോത്രം, കുടുംബം. അവർക്ക് 2 പെൺകുട്ടികളാ. മൂത്ത മോളൊരു നല്ലതായിട്ട് ഗാനം പാടുന്നൊരു കുട്ടിയാണ്. അവൾ ദൈവനാമത്തിന് വേണ്ടി അവിടെ സൗണ്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന റലത്തിലോട്ട് നിന്റെ ടാലൻസ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. യേശുപ്പച്ചൻ പറയുന്നത് എന്തുവാ? നിനക്ക് തടിച്ച നാവാണെങ്കിലും എനിക്ക് നിന്നെ മതി. സ്തോത്രം. ഞങ്ങൾ ഓർക്കുമ്പോൾ ഒത്തിരി അച്ഛന്മാരുണ്ട്. പപ്പ ഇറങ്ങിയതിന് ശേഷം 6 മാസത്തിന് ശേഷം വേറൊരു കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ 40s ഒരു അച്ഛൻ, ആ അച്ഛൻ ഇറങ്ങി 6 മാസത്തിന് ശേഷം. നിങ്ങൾ ചിന്തിച്ചോണേ, അതുവരെ എടുക്കാതിരുന്ന ഒരു വ്യക്തി എടുത്തപ്പോഴത്തേക്ക് ഡൽഹിയിൽ നിന്ന് റോബി ജേക്കബ് എന്ന് പറയുന്ന അച്ഛനും കൂടെ മർത്തോമേന്ന് വീണ്ടും ഒരേ റീസൺ ഇറങ്ങുന്നത്, വിശ്വാസ സ്നാനം ഞാൻ എടുക്കുന്നു, ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ സ്നാനം സ്വീകരിച്ചവരാണ്, ഞങ്ങൾ അനേക വർഷങ്ങളായി ഞങ്ങൾ ഈ വിശ്വാസത്തിലാണ്, ഞങ്ങൾ സഭയ്ക്കകത്ത് നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ അച്ഛനോട് ദർശനത്തിലൂടെ ദൈവം ഇടപെട്ടു. പുള്ളിയും കുടുംബവും 2 കുഞ്ഞുങ്ങൾ, ഒരു മോനും ഒരു മോളും, അവരും ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രെൻഡ് സെറ്റർ ആകാമോ? ഒരൊറ്റ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തരാകാമോ? 2 പേരാ ഇന്ന് വരെ മർത്തോമേ. ശരിയാ, കുറച്ച് വർഷമായി, അടുത്ത ആൾ ഇറങ്ങിയില്ലെന്ന് തോന്നിയേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന, അച്ഛന്മാരെ ഇറക്കാൻ നമ്മുടെ പ്രാർത്ഥന, കർത്താവെ സത്യം മനസ്സിലാക്കി എല്ലാ ജനവും സത്യത്തിൽ ആത്മാവിലും ആരാധിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയിക്കോളൂ എന്ന്. അപ്പം നമ്മുടെ ജീവിതം മാതൃക, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ജോയിൻ ചെയ്യുമോ? ഏറ്റവും കൂടുതൽ ഞാൻ പ്രയാസപ്പെടുന്നത് പെന്തക്കോസ്റ്റിലായപ്പോൾ കുറച്ചിൽ റിയാലിറ്റീസ് കണ്ടു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മോശം എന്തോ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദേഴ്സേ, നിങ്ങൾ തമ്മിൽ അടിക്കാതെ, നിങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വിടുവിക്കും? സ്തോത്രം. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പറയുന്നതാണ്, സ്തോത്രം, ഞാൻ 2 തലങ്ങളും കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാ. ഞാൻ യങ് ആയിരിക്കാം, ഞാൻ ക്രിട്ടിക്കലായിട്ട് പറയുന്നതല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എല്ലാ ഡിനോമിനേഷനും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്തിനാണെന്നറിയാമോ? പെന്തക്കോസ്ത് സ്പിരിറ്റ്, പെന്തക്കോസ്തിൻ്റെ ആത്മാവ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ജീവിതത്തിൽ വിജയമായിട്ട് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ പറ്റത്തില്ല. സ്തോത്രം. നമ്മുടെ ഫൈറ്റുകളും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ ഒന്ന് മാറ്റിക്കേ. നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാം കർത്താവിന് വേണ്ടി. നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ പേഴ്സണൽ ഗ്രൗണ്ട്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചേ. ഇന്ന് പരിശുദ്ധാത്മാവിനെ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇന്നത്തെ നല്ല സമയത്തിനായി സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനായി നന്ദി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. റശഖറബശേബെരകസിയ ഓറബശഖറബശഖസിയ റബശ. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി. കർത്താവേ, ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിശ്വാസത്താൽ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പല ഹല്ലേലൂയ റൂബശഖറബശേബെരകസിയ. ഹല്ലേലൂയ പിതാവേ, ഞങ്ങളുടെ പല അവസ്ഥകളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശ്രമിച്ച എല്ലാവരെയും ദൈവസന്നിധി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ സഭ, ഹല്ലേലൂയ ബൗണ്ടറീസിനപ്പുറത്തായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് കഴിവില്ല, വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തോന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനമാനം പോരാ, എനിക്ക് കിട്ടിയത് കറക്റ്റ് അല്ല, എന്നെ മാനിച്ചില്ല എന്നുള്ള ആ സെൻറ്റൻസുകളും ആ വോയിസുകളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറട്ടെ. നിങ്ങളെ മറ്റുള്ളവർ തഴഞ്ഞു കളഞ്ഞു എന്നുള്ള ചിന്തകൾ മാറട്ടെ. അത് നിങ്ങളുടെ തടസ്സമാണ്. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ അത് തടസ്സമാണ്. മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നല്ല ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം നീ ചെയ്യുന്നുണ്ടോന്നേ ഉള്ളു ചോദ്യം. മോശെ, നീ എന്നും ഷെപ്പേർഡ് അല്ല. ഹല്ലേലൂയ, നിനക്ക് തിരിച്ചു പോകേണ്ട ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒറ്റ
ഒത്തൊരുമിച്ച് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങളെ നേടുവാനാ. ഇന്ന് ചില പുതിയ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ മോശെ പ്രായമായപ്പോഴാണ് ഉപയോഗിച്ചത്. ദൈവം പ്രായമുള്ള ചിലരെ അനേക ശുശ്രൂഷാ വേദികളിൽ, അനേക പുതിയ മിനിസ്ട്രി തലങ്ങളിൽ ഉപയോഗിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ മിനിസ്ട്രി അനേകർക്കൊരു ബ്ലെസ്സിങ് ആകട്ടെ. അനേകരെ ബലപ്പെടുത്തുവാൻ മാത്രമല്ല, അനേകരെ തിരുത്തുവാൻ തക്കണം. ഇന്നീ കേട്ട വചനം ഹല്ലേലൂയ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, സ്തോത്രം സ്തോത്രം, ഒരു പുതിയ കാഴ്ചപ്പാടിനായി പുതിയൊരു റെലം ദൈവം നിങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ, നിങ്ങളുടെ ചിന്തകളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? കർത്താവ്, എവിടെയെങ്കിലും ഞാൻ വീണുപോയി, എവിടെയെങ്കിലും ഞാൻ ഹേർട്ടായിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ എന്നെ വേദനിപ്പിച്ച് മാറ്റി നിർത്തിയത് കൊണ്ട് ഞാൻ മറ്റുള്ളവരോട് ഹാർഡായിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവരോട് അതിൽ പിന്നെ ക്രൂരമായി സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ വേദനിപ്പിക്കുന്നതാണോ? എല്ലായിടത്തും ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവെ, അങ്ങനെയെങ്കിൽ എന്നെ പരിശുദ്ധാത്മാവെ നീ നയിക്കണമേ. പിതാവെ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന ഓരോരുത്തരെയും, യങ്സ്റ്റേഴ്സിനെയും, ആൻറ്റിമാരെയും ചേച്ചിമാരെയും എല്ലാം ബ്ലസ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ദൈവദാസൻ മാത്യുവിനായിട്ട് അങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. അങ്കിളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഇത് പ്രിസൈഡ് ചെയ്ത ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വ്യക്തികൾക്കായും സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പായെ നീ എല്ലാവരെയും സൂക്ഷിക്കണമേ, കരുതണമേ. ദൈവത്തിൻ്റെ മിറക്കുലസ് ഹാൻഡ്സ് ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സൗഖ്യമുള്ള ഹല്ലേലൂയ കരം അവരുടെ മേൽ വെളിപ്പെടേണ്ടതായി സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണേ അപ്പാ, സ്തോത്രം. താങ്ക് യു ഫാദർ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. സ്തോത്രം. Amen.